നമസ്കാരം. പിണറായി വിജയന്റെ നാട്ടിൽ പെൺകുട്ടികൾക്ക് ജീവിക്കാൻ പോലും സംരക്ഷണമില്ല എന്ന് പറയുന്ന കാര്യം 100% സത്യമാണ്. എത്ര പെൺകുട്ടികളാണ് ബലാത്സംഗം ചെയ്യപ്പെട്ടുള്ളത്? എത്ര പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളാണ് ബലാത്സംഗം ചെയ്യപ്പെട്ടുള്ളത്? അങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് കൃത്യമായി നീതി കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം. കാരണം അതിൽ മുഖ്യപ്രതി CPM-ന്റെ നേതാവായിരിക്കും. ആ നേതാവ് പ്രതിയായി കഴിഞ്ഞാൽ പിണറായി വിജയൻ്റെ ഒരു ഗുണ്ടാ മാഫിയ സംഘം കേരളത്തിൽ എല്ലാ സ്ഥലത്തും പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസുകാരുണ്ടാവും, ബാക്കി റവന്യൂ വകുപ്പിലെ ആളുണ്ടാവും. ഇവരെ പ്രധാന പണി എന്ന് പറയുന്നത് അവിടെയുള്ള എല്ലാ ഗുണ്ടായിസം നടത്തുക, കേസ് സെറ്റിൽ ചെയ്യുക, കേസ് അട്ടിമറിക്കുക തുടങ്ങിയുള്ള കാര്യങ്ങളാണ്. ഇപ്പോഴിതാ ഒരു പെൺകുട്ടി ഏകദേശം 80ഓളം പേർ പ്രായപൂർത്തിയാകാത്ത സമയം മുതൽ ആ കുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള വിവരം പുറത്തു പറഞ്ഞിരിക്കുകയാണ്. ആ കുട്ടിയുടെ റെക്കോർഡിൽ തന്നെ ഏകദേശം 40ഓളം പേരുടെ ഫോൺ നമ്പറുകൾ കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ആ കുട്ടിക്ക് ബാക്കിയുള്ള ആളുകളുടെ നമ്പറുകളിൽ അതിൻ്റെ അകത്ത് പേരെഴുതി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ പേരുകളും അതൊക്കെ ഓർമ്മിക്കുന്നുള്ളൂ. ഏകദേശം ഒരു 85 പേര് ആ കുട്ടിയെ 13-ാം വയസ്സിൽ മുതൽ പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ വന്ന കേസ്. SC/ST വിഭാഗത്തിൽപ്പെട്ട ആ പെൺകുട്ടി പീഡിപ്പിച്ചതിൻ്റെ പേരിൽ ഇപ്പോൾ 5 പേരെ പത്തനംതിട്ട പോലീസും അതേപോലെ എലവുതിട്ട പോലീസും കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് 40 കേസുകളാണ് എലവുതിട്ട പോലീസ് കേസെടുത്തിരിക്കുന്നത്. പത്തനംതിട്ട പ്രക്കാനം വലിയവട്ടം തുണ്ടിയിൽ വീട്ടിൽ സുബിൻ, സന്ദീപ് ഭവനിൽ S. സന്ദീപ്, കുറ്റിയിൽ വീട്ടിൽ VK വിനീത്, കൊച്ചുപറമ്പിൽ K. അനന്തു, ചെമ്പിലത്തറയിൽ വീട്ടിൽ സുധിശ്രീ നീ തുടങ്ങിയവരെയാണ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ അതിനെക്കാളും ഭീകരമായ ഒരു സത്യം ഇപ്പോൾ പുറത്ത് പ്രചരിച്ചിരിക്കുന്നു. ആലപ്പുഴ അതേപോലെ പത്തനംതിട്ട ജില്ലയിലെ ഒരു MLA CPM MLA ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതേപോലെ CPM-ന്റെ പ്രമുഖരായ 2-3 നേതാക്കന്മാരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ കുട്ടി കായികമായിട്ട് സ്പോർട്സിൽ പ്രവർത്തിച്ചിരുന്ന ഒരു കുട്ടിയാണ്. 13-ാം വയസ്സിൽ ആദ്യം തന്നെ സ്പോർട്സ് അധ്യാപകനാണ് ഈ പീഡിപ്പിച്ചത് എന്നുള്ള വിവരമാണ് പറഞ്ഞത്. ആ കാമുകനായ ഒരാൾ ആദ്യം കുട്ടിയെ പീഡിപ്പിക്കുകയും അതിൻ്റെ വീഡിയോ എടുക്കുകയും പിന്നെ നഗ്നചിത്രം എടുക്കുകയും അതിനുശേഷം അത് മറ്റുള്ളവരെ കാണിച്ച് ഓരോരുത്തരേക്ക് കൈമാറുകയും CPM-ന്റെ പ്രമുഖരായ ആളുകളാണ് ഇതിലെല്ലാം ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. അതിൽ CPM-ന്റെ എന്ന് പറയുമ്പോൾ നമ്മൾ ഞെട്ടലോടെ ആലപ്പുഴ അതേപോലെ പത്തനംതിട്ട ജില്ലയിൽ ഒരു മന്ത്രി കൂടി ഉണ്ട് എന്നുള്ള കാര്യം, വിവാദമായ ഒരു മന്ത്രി കൂടി അതിൽ ഉണ്ട് എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് 4.5 വർഷം പൂഴ്ത്തിവെച്ചത് ഒരു മന്ത്രിക്ക് ഒരു പെൺകുട്ടിയെ സിനിമാ നടികളെ സപ്ലൈ ചെയ്തിട്ടാണ് പ്രമുഖ നടന്മാർ പൂഴ്ത്തിയെപ്പിച്ചത്, അത് പുറത്തു വരാതെ സൂക്ഷിച്ചത് എന്നുള്ള ആരോപണം നേരത്തെ വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ കേസിൽ പോക്സോ കേസ് 13-ാം വയസ്സ് മുതലുള്ളത് കൊണ്ട് പോക്സോ കേസും ഇതിൽ ഉൾപ്പെടും. ആ MLA ആരാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ITI വിദ്യാർത്ഥിനിയായിരുന്ന ഈ കുട്ടി ജില്ലാ ശിശുക്ഷേമ സമിതിക്ക് മുമ്പിലാണ് ഈ പരാതിയുമായി എത്തി. 18-കാരിയായ ആ പെൺകുട്ടി കൃത്യമായിട്ടെല്ലാം തുറന്നു പറയാനിടയായത് സ്ത്രീ ശാക്തീകരണത്തിനായുള്ള മഹിളാ സൗഖ്യ സമിതി പദ്ധതിയിലെ ഭാഗമായിട്ടാണ് ആ കുട്ടിയെല്ലാം അവിടെ തുറന്നു പറഞ്ഞതിന് ശേഷമാണ് ശിശുക്ഷേമ സമിതിയിൽ വരികയും പിന്നെ പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും കേരളത്തിൽ ഇത് വ്യാപകമായുള്ള സംഭവമാണ്. അതിൽ ചിലത് മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇവിടെ ഭാഗ്യം കൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇവിടെ ചിന്തിക്കേണ്ട കാര്യം ആ പത്തനംതിട്ട ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും പെട്ട CPM MLA ആരാണ്? നമുക്ക് അറിയാം. പത്തനംതിട്ടയിലേക്ക് പോകുമ്പോൾ പത്തനംതിട്ടയിൽ കോന്നി MLA ആണ് CPM-ന്റെ MLA പത്തനംതിട്ടയിൽ. ബാക്കി ഒന്നും CPM-ന്റെ MLA അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു കേരള കോൺഗ്രസ്സുകാരനാണ്. 2 പേരുണ്ട്. മന്ത്രി വീണ ജോർജിൻ്റെ നാട്ടിലാണ്. ആരോഗ്യ ശിശുക്ഷേമ മന്ത്രിയാണ്, വനിതാ ശിശുക്ഷേമ മന്ത്രിയാണ് ആര്? വീണ ജോർജിൻ്റെ നാട്ടിലാണ് ഈ ഈ ബലാത്സംഗം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ ഈ കേസിലെ പ്രതികളെ രക്ഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കാം. കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു വാർഡിൽ ICU വാർഡിൽ വെച്ച് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്ത ശേഷം ആ ബലാത്സംഗം ചെയ്ത ആളുകളെ എല്ലാം തന്നെ
കൂട്ടുന്ന ആൾക്കാരെയൊക്കെ രക്ഷിച്ചിട്ടുള്ള നമ്മുടെ മന്ത്രിയാണ് വീണ ജോർജ്. അങ്ങനെ അവർക്ക് അതിലെല്ലാം കഴിവുള്ള ആളാണ്. അതുകൊണ്ട് പത്തനംതിട്ട ജില്ലയിൽ ഒരു മന്ത്രിയാണോ അല്ല ഒരു MLA ആണോ അത് പീഡിപ്പിച്ചതെന്ന് അറിയില്ല. എന്തായാലും മന്ത്രിസഭയിൽ ഏറ്റവും ഈ സർക്കാരിൽ ഏറ്റവും സ്വാധീനമുള്ള ഒരു MLA എന്നുള്ള പേരാണ് കേൾക്കുന്നത്. അത് മന്ത്രിയാണോ എന്ന് നമുക്കറിയില്ല. മന്ത്രിയെ വരുമ്പോൾ എന്തായാലും ഈ മന്ത്രി വീണ ജോർജ് ആവില്ല. മുമ്പ് നമുക്കറിയാം കവിയൂർ കേസിൽ നാരായണ നമ്പൂതിരിയുടെ മകൾ പീഡിപ്പിക്കപ്പെട്ട് ബലാത്സംഗം ചെയ്യപ്പെട്ട് നിരന്തരം ബലാത്സംഗം ചെയ്തിട്ട് നിരവധി ആളുകൾ അവരെ ബലാത്സംഗം ചെയ്ത ശേഷം CBI പോലീസ് കൊടുത്ത റിപ്പോർട്ട് അവരെ ഒരു പ്രതി മാത്രമേ ഉള്ളൂ, അത് ലതാ നായരാണെന്നാണ്. അപ്പോഴാണ് ഞാൻ കോടതി ചോദിക്കുന്നത്, ലതാ നായരാണോ ഈ കുട്ടിയെ ബലാത്സംഗം ചെയ്തത്? ആ കുട്ടിയുടെ രഹസ്യഭാഗത്ത് സ്പേം ആൻഡ് സ്പെർമറ്റോസോവ കൊല്ലപ്പെട്ട ദിവസം കണ്ടെത്തിയത് അങ്ങനെയാണോ എന്നുള്ള ചോദ്യത്തിനാണ് CBI തുടരന്വേഷണം പ്രഖ്യാപിച്ചത്. ആ തുടരന്വേഷണം പ്രഖ്യാപിച്ച കേസിലാണ് കോടിയേരി ബാലകൃഷ്ണൻ മകൻ MABയുടെ മകൻ തുടങ്ങിയ CPM നേതാക്കന്മാരുടെ പേരുകൾ ഹൈക്കോടതി വഴി പുറത്തു വന്നത്. എന്തായാലും ഇവിടെ ഏത് മന്ത്രി ഏത് MLA എന്നുള്ളത് ചിന്തിക്കുമ്പോൾ കോന്നി MLA ഒരു CPM നേതാവാണ്, CPM-MLA ആണ്. റാന്നി MLA CPM അല്ല. പത്തനംതിട്ട MLA എന്ന് പറയുന്നത് ആറന്മുള MLA എന്ന് പറയുന്നത് വീണ ജോർജാണ്. പിന്നെ തിരുവല്ല MLA എന്ന് പറയുന്നത് ഇവരാണ്, ജനതാദളാണ്. പിന്നെ അടൂർ MLA എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ CPI സ്പീക്കറാണ്. പിന്നെ ആലപ്പുഴയിൽ കിടക്കുമ്പോൾ നമുക്ക് ചെങ്ങന്നൂർ MLA-യും മന്ത്രിയുമാണ്. അദ്ദേഹത്തിന് നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു ആരോപണമുണ്ടായിരുന്നു. പിന്നെ അരൂർ MLA ഒരു വനിതയാണ്. കായംകുളം MLA വനിതയാണ്. ഹരിപ്പാട് MLA കോൺഗ്രസ്സുകാരനാണ്. പിന്നെ അമ്പലപ്പുഴ MLA സലീം ഒരു CPM നേതാവാണ്. പിന്നെ ആലപ്പുഴ MLA CPM ആണ്. അതേപോലെ ഇത്രയും MLA-മാരാണ് അവിടെ ഉള്ളത് എന്നാണ് എൻ്റെ ഓർമ്മ. മാവേലിക്കര MLA CPM ആണ്. അപ്പോൾ ഇതിൽ ആരാണ് ഏറ്റവും സ്വാധീനം ഉള്ള MLA അല്ലെങ്കിൽ ഏത് ആളാണ് എന്നുള്ളത് കണ്ടെത്തേണ്ടതാണ്. എന്തായാലും ആലപ്പുഴയിലും പത്തനംതിട്ടയിലുമായുള്ള 14ഓളം മണ്ഡലങ്ങളിലെ ഏതോ ഒരു ആളാണ്. അതിൽ CPM-ന് അത്രമാത്രം ആളുകളില്ല. ആലപ്പുഴയിലാണ് MLA-മാരുള്ളത്. എന്തായാലും ഏറ്റവും സ്വാധീനമുള്ള ഒരു MLA ആണ് ഈ കുട്ടിയെ പീഡിപ്പിച്ചത് എന്ന് ആ കുട്ടി കൃത്യമായി മൊഴി നൽകിയെന്നുള്ള വിവരമാണ് പുറത്തു വന്നത്. അത് മറച്ചു പിടിക്കാൻ, അത് തട്ടിത്തെറിപ്പിക്കാൻ, അത് ഇല്ലാതാക്കാൻ വേണ്ടി വീണ ജോർജ് കളി തുടങ്ങി എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ആ മന്ത്രിയുടെ MLA-യുടെ പേര് വരും. മന്ത്രിയുണ്ടോ MLA ഉണ്ടോ ആരാണെന്ന് നമുക്കറിയില്ല. എന്തായാലും MLA ആവട്ടെ, ഈ പെൺകുട്ടിയെ 85 പേർ ചേർന്ന് പീഡിപ്പിച്ചിട്ടുണ്ട്. അത് മന്ത്രി വീണ ജോർജിൻ്റെ നാട്ടിലാണ് ഇതൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കേരളത്തിൻ്റെ മന്ത്രിയുടെ നാട്ടിലാണ് ഇത്തരം തമ്മാടിത്തരങ്ങളും പെൺകുട്ടികൾക്ക് രക്ഷയില്ലാത്ത അവസ്ഥയും ഉണ്ടാക്കിയിരിക്കുന്നത്. കേരളത്തിന് നാണക്കേട് ഉണ്ടാകുക, കേരളത്തെ ഇതുവരെ ലജ്ജിപ്പിച്ച് തല താഴ്ത്തുന്ന ഈ സംഭവത്തിൽ ശരിക്കും ഈ മന്ത്രി രാജിവെക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ് സത്യം. കാരണം 2013 തുടങ്ങിയിട്ടാണ് ഈ പീഡനം ആരംഭിച്ചത് എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ കാര്യം. 2019 മുതൽ ആണ് ആരംഭിച്ചിരിക്കുന്നത്. 13-ാം വയസ്സിൽ ഈ കുട്ടിക്ക് പീഡനം ആരംഭിച്ചിട്ടുണ്ട്. 18-ാം വയസ്സ് ഇപ്പോൾ ആയിട്ടുള്ളൂ. എന്തായാലും ഈ കാര്യത്തിൽ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. പ്രമുഖരെ രക്ഷപ്പെടുത്തിക്കൊണ്ടുള്ള നടപടികൾ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് പുറത്തു വന്ന വിവരമാണ്. എന്തായാലും ഇത് ചെറിയൊരു കാര്യമല്ല. നമ്മൾ കാണും പോലെ ഒരു നിസ്സാര കാര്യമായല്ല. മുമ്പ് പന്തളം പെൺവാണിഭത്തിലാണ് ഇത്രയധികം ആളുകൾ പീഡിപ്പിച്ചുള്ള സംഭവം പത്തനംതിട്ടയിൽ ഉണ്ടായിട്ടുള്ളത്. പന്തളത്തിന് ശേഷം പന്തളം കോളേജിലെ അധ്യാപകരടക്കമുള്ള ആളുകളാണ് അതിലുണ്ടായിട്ടുള്ളതെങ്കിൽ ഇതിൽ ഒരു MLA ആണ് അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട പ്രതിയാണ് എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. അതേപോലെ CPM-ലെ ചില പ്രമുഖ നേതാക്കന്മാർ ആണ് എന്നുള്ള വാർത്തകളുമാണ് പുറത്തു വന്നത്. ഈ അടുത്ത കാലത്ത് ADM-ന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമുണ്ടായിട്ടുള്ള നാടാണ് പത്തനംതിട്ട. ആദ്യം കൂടെ നിന്ന് ADM-ന്റെ കൂടെ നിന്നു, പിന്നീട് കാലുമാറിയ നേതാക്കന്മാരാണ് ഇവിടെയുള്ള CPM നേതാക്കന്മാർ. വനിതാ ശിശുക്ഷേമ മന്ത്രിയായ വീണ ജോർജ് പോലും ആ കുടുംബത്തോട് നീതി കാണിച്ചില്ല. അഹങ്കാരവും ധിക്കാരത്തിൻ്റെ പ്രതീകമാണ് ഈ വീണ ജോർജ് എന്ന് നമ്മൾ പല കാരണങ്ങൾ കൊണ്ട് തെളിയിച്ചിട്ടുള്ളതാണ്. നന്ദി, നമസ്കാരം.